ഹൈസ്കൂൾ തൃക്കുളം സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ 2024 ഓഗസ്റ്റ് 16 നടന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് രാവിലെ 10:30 ആരംഭിച്ച ഇലക്ഷൻ ഉച്ചയ്ക്ക് 12:15 അവസാനിച്ചു. രാവിലെ സ്ട്രോങ് റൂം തുറന്ന് ഹെഡ് മിസ്ട്രസ് ജസിത ടീച്ചർ പോളിംഗ് ഉപകരണങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് MN ഷെഫീഖ്, SMC ചെയർമാൻ മുഹമ്മദ് അലി പുളിക്കൽ, ഇലക്ഷൻ ചുമതലയുള്ള പ്രീതി ടീച്ചർ, ഗിരീഷ് മാസ്റ്റർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓരോ ക്ലാസ്സിലും കുട്ടികളെ പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയമിച്ചിരുന്നു. ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ ടെക്നിക്കൽ വിംഗ് കൈകാര്യം ചെയ്തപ്പോൾ JRC, സ്കൌട്ട്, SSSS ക്ലബ്ബുകളിലെ വിദ്യാർത്ഥികൾ ക്രമസമാധാന പാലനവും മറ്റ് നടത്തിപ്പ് ചുമതലകളും നിർവഹിച്ചു. വോട്ട് ലിസ്റ്റ്, വോട്ടേഴ്സ് ID കാർഡ്, മഷി പുരട്ടൽ, രഹസ്യ ബാലറ്റ് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സ്കൂളിൽ പുനരാവിഷ്കരിക്കപ്പെടുകയായിരുന്നു. ഉച്ചയ്ക്ക് 1:30 ഫലപ്രഖ്യാപനം നടന്നു. കുട്ടികൾക്ക് തത്സമയ വിവരണം നൽകി. മുഴുവൻ ക്ലാസുകളിലെയും ലീഡർമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് സ്കൂൾ പാർലമെന്റ് യോഗം ചേരുകയും സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. 10C ക്ലാസ്സിലെ നദ മർവ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജനാധിപത്യ പ്രക്രിയ പരിചയപ്പെടാനൊരുക്കിയ ഒരു മികച്ച പഠന പ്രവർത്തനം കൂടിയായിരുന്നു സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. ഇന്ന് ഓഗസ്റ്റ് 16 തീയതി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നു. GHS തൃക്കുളത്തും വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ സ്ട്രോങ് റൂമുകളെല്ലാം റെഡിയായിരുന്നു. ഇന്ന് 10:30 PTA SLC ഭാരവാഹികളുടെ സാന്നിധ്യത്തോടെ സ്ട്രോങ് റൂം തുറന്ന് ബാലറ്റ് ബോക്സുകൾ അതായത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന് കൈമാറിയിട്ടുണ്ട്. അതനുസരിച്ച് ഓരോ ബൂത്തുകളിലും കൃത്യമായി വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെ GHS തൃക്കുളത്തിലെ ഇലക്ഷൻ നടപടികൾ നടന്നുകൊണ്ട് വരികയാണ്. CTV ന്യൂസ്, തിരുവരങ്ങാടി. Chamano International Jewelers, traditionally trusted for 160 years.